തെലങ്കാനയിലെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങൾ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നത് വ്യക്തമായി കാണിച്ചു തരികയാണ്. ഒഴിവന്ന 2 രാജ്യസഭാ സീറ്റുകളിലും കോൺഗ്രസിനെ എതിരില്ലാതെ വിജയിപ്പിച്ച് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്റെ രാഷ്ട്രീയ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിജയത്തോടെ തെലങ്കാനയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് വ്യക്തമായ മുന്നേറ്റം കൈവരിച്ചിരിക്കുകയാണ്. ഒഴിവന്ന 2 രാജ്യസഭാ സീറ്റുകളിൽ ഒന്നിൽ പാർട്ടിയുടെ മുതിർന്ന അഭിഭാഷകനും പ്രമുഖ നേതാവുമായ അഭിഷേക് മനു സിംഗ്വി അദ്ദേഹം വീണ്ടും രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ബി കേശവറാവു രാജിവെച്ച സീറ്റിലൂടെയാണ് സിംഗ്വി വീണ്ടും രാജ്യസഭയിലെത്തുന്നത്. രാജ്യസഭയിൽ കോൺഗ്രസിന്റെ ശക്തമായ ഒരു വാദമുഖമായി സിംഗ്വിയുടെ സാന്നിധ്യം പാർട്ടിക്ക് ദേശീയ തലത്തിലും വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നുണ്ട്. രണ്ടാമത്തെ സീറ്റിലേക്ക് വിജയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്ത വിശ്വസനായ നേതാവ് കൂടിയായ നരേന്ദ്ര റെഡ്ഡിയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ രേവന്ത് റെഡ്ഡിയുടെ വിശ്വസ്തരിൽ ഒരാളായി അറിയപ്പെടുന്ന നരേന്ദ്ര റെഡ്ഡിയുടെ വിജയത്തിനു പിന്നിലും മുഖ്യമന്ത്രിയുടെ ശക്തമായ രാഷ്ട്രീയ തന്ത്രമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. നിയമസഭയിലെ അംഗസംഖ്യ കണക്കിലെടുത്താൽ പ്രതിപക്ഷമായ BRSന് കുറഞ്ഞത് ഒരു സീറ്റിലെങ്കിലും മത്സരിക്കുവാനുള്ള ശേഷി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ മത്സരരംഗത്ത് ഇറങ്ങുവാൻ തയ്യാറായില്ല. മത്സരിച്ചാൽ സ്വന്തം MLAമാർ തന്നെ കൂറുമാറി കോൺഗ്രസിനെ പിന്തുണക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഭയം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നതാണ് പലരും വിലയിരുത്തുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ നാണക്കേടാകും. അതിനാൽ തന്നെ മത്സരിക്കാതെ പിന്മാറുക എന്നതായിരുന്നു അവരുടെ തീരുമാനം. ഈ തീരുമാനത്തിൻ്റെ ഫലമായി ആ 2 സീറ്റുകളിലും എതിരില്ലാതെ കോൺഗ്രസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ തെലങ്കാനയിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ കോൺഗ്രസ് വ്യക്തമായ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. നിലവിൽ സംസ്ഥാനത്തു നിന്നും കോൺഗ്രസിന് 4 രാജ്യസഭാ അംഗങ്ങളാണുള്ളത്. മറുവശത്ത് BRSനാകട്ടെ അവർക്ക് 3 അംഗങ്ങളാണ് നിലവിലുള്ളത്. ഇത് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ശക്തി വർദ്ധിക്കുന്നതിൻ്റെ തെളിവായാണ് കാണപ്പെടുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് തുടർച്ചയായ വിജയങ്ങൾ നേടുന്നത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ നേതൃത്വത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. മുമ്പ് ശക്തമായ സംഘടനാ ശക്തിയുള്ള BRSനെ പോലുള്ളൊരു പാർട്ടിയെ നേരിടുന്നത് കോൺഗ്രസിന് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ ഇന്ന് സാഹചര്യം മാറിയിരിക്കുകയാണ്. രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്ര തന്നെ ഏറെ ശ്രദ്ധേയമായതാണ്. 2015 അദ്ദേഹം TDP MLA ആയിരുന്ന സമയത്ത് MLC തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ വലിയൊരു വിവാദമായൊരു സംഭവമായിരുന്നു. അന്ന് ഒപ്പമുണ്ടായിരുന്ന നേതാവായിരുന്നു നരേന്ദ്ര റെഡ്ഡി. വർഷങ്ങൾക്കിപ്പുറം അതേ നരേന്ദ്ര റെഡ്ഡിയെ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞത് രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ ശക്തിയും വ്യക്തിപരമായ ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. 2017 തനിക്കൊപ്പം കോൺഗ്രസിലേക്ക് എത്തിയ നരേന്ദ്ര റെഡ്ഡിക്ക് നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ സീറ്റുകളിൽ അവസരം നൽകുവാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം രേവന്ത് റെഡ്ഡിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൂടെ ആ ഒരു വിഷമം, ആ ഒരു ദുഃഖം രേവന്ത് റെഡ്ഡി പരിഹരിക്കുകയാണ് ചെയ്തത്. അതോടെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരോടുള്ള രാഷ്ട്രീയ ബാധ്യതയും അത് നിറവേറ്റിയതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ ശൈലിയെക്കുറിച്ചും പല കാര്യങ്ങളും വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നത് തനിക്കൊപ്പം നിൽക്കുന്നവരെ ഒരിക്കലും മറക്കാത്ത നേതാവാണ് രേവന്ത് റെഡ്ഡി എന്നുള്ളതാണ്. വിശ്വസിക്കുന്നവർക്കായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുന്ന ഒരു നേതാവെന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പലരും ഇത് മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ YS രാജശേഖർ റെഡ്ഡിയുടെ രാഷ്ട്രീയ ശൈലിയുമായി താരതമ്യം ചെയ്യാറുണ്ട്. ഇത്തരം നീക്കങ്ങളിലൂടെ തെലങ്കാനയിലെ കോൺഗ്രസ് സംഘടനയും കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ നേതാക്കളെ സംതൃപ്തരാക്കിക്കൊണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ അവരെ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള രേവന്ത് റെഡ്ഡിയുടെ തന്ത്രങ്ങൾ അത് കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതായി നമുക്ക് തെലങ്കാനയിൽ കാണാൻ സാധിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ ഈ എതിരില്ലാത്ത വിജയം സാധാരണ രാഷ്ട്രീയ സംഭവം എന്നതിലുപരി തെലങ്കാനയിലെ അധികാര രാഷ്ട്രീയത്തിൻ്റെ പുതിയ ദിശയാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ശക്തിയായി ഉയരുകയാണ് എന്നുള്ള സന്ദേശം തന്നെയാണ് ഈ നീക്കത്തിലൂടെ നമുക്ക് നൽകുന്നത്.